ഇന്ന് 139 വർഷത്തിലേക്ക് പദമൂന്നുന്ന ദീപിക ഒരു വർഷത്തെ ലഹരിവിരുദ്ധ പോരാട്ടത്തിന് തുടക്കം കുറിക്കുകയാണ്. ലഹരിക്കെതിരെ ജനമുന്നേറ്റം, കിക്ക് ഔട്ട്. നമ്മുടെ രാഷ്ട്രീയവും മതവും ജാതിയും നിറവുമൊക്കെ എന്തുമാകട്ടെ, പോരാട്ടം ഒന്നിച്ചു തന്നെ. അതെ, 2 ലോക യുദ്ധ ദുരിതങ്ങളിൽ ക്ഷാമകാലത്ത് ദരിദ്രന്റെ സങ്കടങ്ങൾ ഭരണകൂടങ്ങളെ ഉണർത്തിക്കുന്നതിൽ, രാഷ്ട്രീയ അടിച്ചമർത്തലിന്റെ ചാട്ടവാർ അടിയേൽക്കുന്നവരുടെ പക്ഷം ചേരുന്നതിൽ, അടിയന്തരാവസ്ഥയുടെ കറുത്ത വ്യവസ്ഥകളെ അക്ഷരായുധത്താൽ ആക്രമിക്കുന്നതിൽ, കർഷക കുടിയേറ്റത്തിന്റെ ദുരിത പർവാരോഹകർക്ക് തണലാകുന്നതിൽ, കുടിയിറക്കപ്പെടുന്നവനൊപ്പം സമരമുഖത്തെത്തുന്നതിൽ, ന്യൂനപക്ഷാവകാശങ്ങളെ വിൽപ്പനയ്ക്ക് വയ്ക്കാൻ സമ്മതിക്കാത്തതിൽ, അക്രമ രാഷ്ട്രീയത്തോട് മാനുഷാത പറയുന്നതിൽ, സകല മത വർഗീയതകളുടെയും കുടില നീക്കങ്ങളെ തുറന്നു കാണിക്കുന്നതിൽ, തീവ്രവാദത്തിന്റെ പരമ്പരാഗത സംരക്ഷണ കേന്ദ്രങ്ങളിൽ തീയിടുന്നതിൽ, ആൾക്കൂട്ട കൊലപാതകങ്ങളെ തുറന്നെതിർക്കുന്നതിൽ, ക്രൈസ്തവ വേട്ടകളുടെ വടക്കു പടിഞ്ഞാറൻ രഥയാത്രകളെ പിന്തുടർന്നെതിർക്കുന്നതിൽ ശങ്കാരഹിതം യാത്ര തുടരുകയാണ്. എങ്കിലും ഈ ലഹരി വ്യാപാരത്തിലും കണ്ണടയ്ക്കാനാകുമോ? മയക്കുമരുന്ന് നാടിനെ വിഴുങ്ങുമ്പോൾ മയങ്ങാതെ വിളക്കുയർത്തേണ്ടിയിരിക്കുന്നു. കേരളം മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും നിക്ഷേപ ഉപഭോക്തൃ സൗഹൃദ കേന്ദ്രമാകരുത്. 1887 വിഷുപ്പുലരിയിൽ എഴുതിയ ആദ്യ മുഖപ്രസംഗത്തിന്റെ പ്രചോദനം ഉൾക്കൊണ്ട് ഈ നാടിന്റെ ജീവൻ മരണ പോരാട്ടത്തിൽ ദീപിക ചരിത്രപരമായ നിയോഗം ഇന്ന് ജന്മദിനത്തിൽ ഏറ്റെടുക്കുകയാണ്. വരൂ, നമുക്കൊന്നിക്കാം.